സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസം 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ BJPയുടെ സഖ്യകക്ഷിയായ BDJSൻ്റെ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തെ കണ്ടു. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോയി. അത് പിന്നെ ഭഗവാനെ തൊഴുന്നവന്മാർ കുറച്ച് ഓവറായിപ്പോയി. ബിന്ദു കൃഷ്ണയ്ക്ക് എല്ലാം ഓവറാക്കുന്ന സ്വഭാവം, ഓവറാക്കി ചളവാക്കിയിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട്. ആകെ അങ്ങോട്ട് തൊഴുത് ഇവരെ കാല് പിടിക്കുന്നു, വന്നിക്കുന്നു, പിന്നെ ഒരു പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന രീതിയിലുള്ള പ്രശ്നം. അത് ലക്നൗ ലുലു മാളിൻ്റെ ഉദ്ഘാടന സമയത്ത് യൂസഫ് അലി, അന്നത്തെ നമ്മുടെ തൃശ്ശൂർ MP ആയിരുന്ന, ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട TN പ്രതാപനെയും കൊണ്ടുപോയപ്പോൾ ഇയാൾ കരുതി ഇയാളെ ബാല്യക്കാരനാണെന്ന് കരുതി. അപ്പോൾ അല്ല, അതൊരു MP ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ യോഗി ആദിത്യനാഥിനെ കണ്ടപ്പോൾ അങ്ങനെ ഇയാൾക്ക് നട്ടലില്ലാത്ത മാതിരി ഇങ്ങനെ മുട്ട ഉണങ്ങി നിന്നു. അങ്ങനെയുള്ള ചില വികൃതമായ വിചിത്രമായ അശ്ലീല കാഴ്ചകൾ കാണുന്നതിനകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെയും തുഷാർ വെള്ളാപ്പള്ളിയെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചതിലും തുഷാർ വെള്ളാപ്പള്ളി V.D. സതീശൻ്റെ വീട്ടിൽ വന്ന് സന്ദർശിച്ചതിലും ഞാനൊരു തെറ്റും കാണുന്നില്ല. രാഷ്ട്രീയമായ ഒരു ശരികേടും അതിനകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തിനേറെ, സാക്ഷാൽ MA യൂസഫ് അലി കൊച്ചി മാള് തുടങ്ങിയ സമയത്ത് അന്ന് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. VS അച്യുതാനന്ദനെയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെയും അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് ഓർക്കുന്നില്ല, ഇവരെയൊക്കെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് അത് ഡ്രൈവ് ചെയ്യുന്നത് ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെയാണ് ആണെന്ന് തോന്നുന്നു. ഡ്രൈവ് ചെയ്ത എല്ലാ ഭാഗവും കൊണ്ടുപോയി കാണിക്കുകയാണ്. ആ വണ്ടിയിൽ യൂസഫ് അലി ഡ്രൈവ് ചെയ്തിട്ട് ഇവരെ എല്ലാം ഒരു വണ്ടിയിൽ കയറ്റി. അതായത് നമ്മൾ പറയാറുണ്ട് എല്ലാത്തിനും കൂടി ഒരു നോത്തിൽ കിട്ടുകയെന്ന്. അങ്ങനെ കൊണ്ടുപോകാൻ യൂസഫ് അലിക്ക് പൈസകളുണ്ട്, യൂസഫ് അലിക്ക് പറ്റി. പൈസ ഇല്ലാത്തവർക്ക് പറ്റില്ല. അവർ നോക്കുമ്പോൾ യൂസഫ് അലി വലിയ പണക്കാരനായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കയറി. ആർക്കും തൊട്ടുകൂടായ്മയില്ല, ഇത്തില്ല, ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആക്കുളത്ത് 2021 ലുലു ഉദ്ഘാടനം ചെയ്തപ്പം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും, അതോടൊപ്പം തന്നെ അന്ന് രമേശ് ചെന്നിത്തല തന്നെയാണോ അതോ V.D. സതീശനാണോ, ആരാ എനിക്ക് കൃത്യമായിട്ട് സംശയമുണ്ട്. അതിൽ BJP നേതാവ് K. സുരേന്ദ്രനൊക്കെ ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കും. എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂട്ടി കിട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല, ഒരുമിച്ച് കാണുന്നതിൽ കുഴപ്പമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിൽ ആരോഗ്യകരമായ സൗഹൃദം ഉണ്ടാവുകയും സഭയ്ക്കകത്തും പൊതുവേദിയിലും രാഷ്ട്രീയം പറയുന്ന സമയത്ത് രാഷ്ട്രീയത്തിലുള്ള വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിക്കാരുള്ള കാലമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പന്തളം സുധാകരൻ കോൺഗ്രസിലാകുമ്പോൾ പന്തളം സുധാകരൻ്റെ സഹോദരൻ നേരെ BJPക്ക് പോയി, കോൺഗ്രസ് നിന്ന്. കരുണാകരൻ്റെ മകൾ പത്മജ BJP പോയി. മകൻ മുരളീധരൻ കോൺഗ്രസ് തന്നെ DIC വഴി തിരിച്ചെത്തി. DIC NCP ഒക്കെ വഴി തിരിച്ചെത്തി. പിന്നെ അദ്ദേഹം 2 തവണ വട്ടിയൂർക്കാവിൽ MLA ആയി, വടകരയിൽ 1 തവണ MP ആയി, പിന്നെ തൃശ്ശൂർ പോയി മത്സരിച്ച് തോറ്റു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇത്തവണ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി. പത്മജ തൃശ്ശൂർ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ടിക്കറ്റിലും ഇത്തവണ BJPയുടെ ടിക്കറ്റിലും മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ വിഷയം വന്നാൽ എത്രയൊക്കെ എതിർത്ത് പറഞ്ഞാൽ അത് സഹോദരനും സഹോദരിയുമാണ്. എനിക്കറിയാവുന്ന മലപ്പുറം ജില്ലയിലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, പഴയ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രശ്മിൽനാഥ്. രശ്മിലിൻ്റെ സഹോദരൻ ലോഹിൽനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, ജില്ലാ ഭാരവാഹിയായിരുന്നു, DCC ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ അവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനാണ് ഇത്തവണ UDF പഞ്ചായത്ത് പിടിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവണതാണ്. നീ വേറെ പാർട്ടിക്കാരൻ, അതുകൊണ്ട് ഈ വീട്ടിൽ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, ബാക്കി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? ഒരു കുടുംബയാത്ര പോയാൽ തന്നെ ഒരുമിച്ചല്ലേ പോവുക? സാക്ഷാൽ AK ആൻ്റണി 95-ൽ K. കരുണാകരൻ മാറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ആദ്യമായി പോയി കാണുന്നത് സഖാവ് EMSനെയാണ്. EMSനെ പോയി സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ പോലല്ല, EMSനെ പോയി കാണുകയാണ് അനുഗ്രഹം മേടിക്കാൻ. അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കണോ അനുശോചിക്കണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് EMS വളരെ വളരെ രസകരമായ, അദ്ദേഹം ചിരിക്കാതെ തന്നെ തമാശ പറയുന്നൊരു വ്യക്തിയാണ്. V.D. സതീശൻ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി കണ്ടല്ലേ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ്. AK ആന്റണിയുടെ വീട്ടിൽ പോയി, VM സുധീരനെ പോയി കണ്ടു. ആ കൂട്ടത്തിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയില്ലേ? അതുവരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിരുന്നപ്പോൾ എത്രയോ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ലേ UDF ഇത്തവണ അധികാരത്തിൽ കയറിയിട്ടുള്ളത്. ഷംസീർ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇടക്കാലത്ത് വെച്ചിട്ട് സ്പീക്കറാവുന്നു. അതുവരെ MP രാജേഷ് ആയിരുന്നു. MP രാജേഷ് മന്ത്രിയാവുകയും ഷംസീർ സ്പീക്കറാവുകയും ചെയ്തപ്പോൾ സ്പീക്കറായി തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം സന്ദർശിച്ചത് പാണക്കാട് കൊടപ്പനക്കുന്ന് തറവാട്ടിലെ തങ്ങന്മാരെയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളെ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് SFIയിലും DYFIയിലും ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് അന്നത്തെ ഒരു മുദ്രാവാക്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഏത് പാർട്ടി പരിപാടി ഉണ്ടെങ്കിലും ലീഗുകാരെ ചീത്ത വിളിക്കാൻ വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യമാണ് പാണക്കാട്ടെ തങ്ങൾ തുപ്പിയ തുപ്പല് നക്കം ചെറ്റകളെ, മുസ്ലിം ലീഗിൻ നാറികളെ, അങ്ങനെ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. അതായത് അവിടെ നിന്ന് തുപ്പി കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാണക്കാട് കൊടപ്പനക്കുന്ന് തറവാട്ട് പോയത് അവിടെ ചായയൊക്കെ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ഒന്നും തുപ്പാതെയാണ് തന്നതെന്നുള്ള വിശ്വാസമുണ്ട്. അവിടെ അങ്ങനെ തുപ്പൽ കലാപരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ചായ ലഘു ഭക്ഷണം. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി, അങ്ങനെ പ്രസംഗിച്ച KM ഷാജി ഇപ്പം മന്ത്രിയല്ലേ. ആ മന്ത്രിയുടെ കൂടെ ഞങ്ങൾ ഈ നിയമസഭയിൽ ഇരിക്കില്ല എന്ന് അവർക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ അതാത് സമയത്ത് പറയുന്നതാണ്. നിയമസഭാ ക്യാൻറ്റീനിൽ ഇവരെല്ലാം ഒരുമിച്ചല്ലേ ചായ കുടിക്കാൻ പോകുന്നത്. നിയമസഭയിൽ ഇരുന്ന് വഴക്കൂടിയൊക്കെ പ്രശ്നം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചവർ തമ്മിൽ തന്നെ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകും. പാർലമെൻറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കുന്ന NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 MPമാർക്ക് നരേന്ദ്രമോദി സ്പെഷ്യലായിട്ട് ഒരു ലഞ്ച് ഒരുക്കി കൊടുത്തില്ലേ ഒരു ദിവസം, ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്കത്തെ ഒഴിവുള്ള വേളയിൽ അവർ ക്യാൻറ്റീനിൽ പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ഫുഡ് മോദിയുടെ വക കൊടുത്തു. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് MPമാർ പോകുമ്പം ഇവർ K രാധാകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരുമിച്ച് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ് ലോഹ്യം പറഞ്ഞ് കിട്ടുന്ന ലഘുഭക്ഷണം ഒരുമിച്ച് കുറച്ച് അങ്ങനെ പോവില്ലേ ഇവർ. ആ കൂട്ടത്തിലത്തെ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ആകെ പറയാൻ പറ്റുന്നത് K സുധാകരനെയാണ്. K സുധാകരൻ ഒരു തവണ പിണറായി വിജയൻ ഒരു ഫ്ലൈറ്റിലേറ്റ് വന്നപ്പോൾ എങ്ങനെയുണ്ട് സുഖമല്ലേ എന്നെന്തോ ചോദിച്ചു. അതിന് K സുധാകരൻ പറഞ്ഞ് നാണല്ലേ ആൾക്ക്, എന്നോട് ലോഹിയം ചോദിക്കാൻ വന്നിരിക്കുക, എന്നെ കണ്ടപ്പോൾ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പരസ്പരം ചിരിക്കാനും കണ്ടാലൊന്ന് ആലിംഗനം ചെയ്യാനും ഷെയ്ക്കാൻ്റെ കൊടുക്കൽ മാത്രമല്ല, ഒന്ന് പുറത്ത് കെട്ടുന്ന ഒന്ന് തട്ടാനും ഒന്ന് ആലിംഗനം ചെയ്യാനും ഒരുമിച്ച് അന്നേരം ചായ കുടിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ചായ കുടിക്കാനും ഒക്കെ കഴിയുന്ന ആവണം രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യൂസഫ് അലി തന്നെ യോഗി ആദിത്യനാഥുമായിട്ടുള്ള സൗഹൃദം മാത്രമല്ല, നരേന്ദ്രമോദിയുമായി നല്ല സൗഹൃദമാണ്. സുഷമ സ്വരാജ് അന്തരിച്ചപ്പോൾ ഇവിടെ യൂസഫ് അലിക്കാന്ന് പറഞ്ഞ ചാവളൂർ കേൾക്കാൻ വേണ്ടി പറയുക. സുഷമ സ്വരാജ് അന്തരിച്ചപ്പോൾ അതിനടിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചപ്പോൾ അവരെ വളരെ വികൃതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് എന്നിട്ടൊരു ആദരാഞ്ജലി കുറിപ്പും. അങ്ങനെയാണ് ഇവിടെ സുഡാപ്പി തീവ്രവാദികൾ ഒക്കെ എഴുതിയിരുന്നത്. പക്ഷേ എനിക്ക് സുഷമ സ്വരാജിനെയും ഷീലാ ദീക്ഷിതിനെയും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ ഇഷ്ടമാണ്. നമുക്കൊരു തരം അവരിലൊരു മാതൃഭാവം കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം അമ്മയോട് തോന്നുന്ന ഒരു സ്നേഹം അവരോടൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ 2-3 പേരോട് കേട്ടോ. മമതാ ബാനർജിയോടും ജയലളിതയോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിൽ അതിന് പറ്റിയ മുതലുകളൊന്നും തോന്നിയിട്ടില്ല. അപ്പം ആദ്യ കാലഘട്ടത്തിലൊക്കെ ശൈലജ ടീച്ചറോട് കുറച്ചൊക്കെ തോന്നിയിരുന്നു. KR ഗൗരിയമ്മ എന്ന് വിളിച്ചപ്പോഴും ഒരു ദാർഷ്ട്യത്തിൻ്റെ അടയാളമായിട്ടൊക്കെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, താൻ പൊരുമയുടെ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സുഷമ സ്വരാജ് മരിച്ചപ്പോൾ എൻ്റെ സഹോദരി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വളരെ ഹെർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കുറിപ്പ് അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതാക്കിയിട്ടുള്ളത്. EMSൻ്റെ മരണത്തിൻ്റെ സമയത്ത് അന്ന് ആദ്യത്തെ വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയ സമയമാണ്. ഉപപ്രധാനമന്ത്രിയായിട്ട് LK അദ്വാനി തിരഞ്ഞെടുക്കപ്പെട്ട സമയം. ആ സത്യപ്രതിജ്ഞയുടെ അന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതിൻ്റെ തലേന്നല്ല, സത്യപ്രതിജ്ഞയുടെ അന്നോ തലേന്നോ ആയിട്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം LK അദ്വാനി പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സാക്ഷാൽ സഖാവ് EMSൻ്റെ ശവസംസ്കാര ചടങ്ങാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഉപപ്രധാനമന്ത്രി സ്ഥാനവും കൂടി ഏറ്റെടുത്ത LK അദ്വാനി ആദ്യമായി പോകുന്നത്. നേരെ കേരളത്തിലേക്കാണ് വരുന്നത്. അവിടുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞപ്പോൾ അതിലും ഒരു മോശത്തരം കാട്ടിയിട്ടുള്ളത് ഈ K സുധാകരൻ്റെ കാര്യം പറഞ്ഞ പോലെ VS ആണ്. മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം UPA സർക്കാരിൻ്റെ കാലത്ത് ദില്ലിയിൽ വിളിച്ചു ചേർത്തപ്പം അന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിമാരൊരു ഫോട്ടോ സെഷൻ നടത്തി. ആ ഫോട്ടോ സെഷൻ എടുത്ത് നരേന്ദ്രമോദിയുടെ കൂടെ ഫോട്ടോയ്ക്ക് നിൽക്കില്ല എന്നുകൊണ്ട് മാറിയിരുന്നു. ഇതൊന്നും അല്ല, ഇങ്ങനെ അയിത്തൊന്നും രാഷ്ട്രീയത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ കാന്തപുരത്തിനടുത്ത് പോകുന്നില്ലേ, ഇവിടെ വിവിധ സഭാ നേതാക്കന്മാരെടുത്ത് പോകുന്നില്ലേ, ഇവിടെ പലരും വർഗീയത പറയുന്ന ആളുകളുടെ പല ആൾക്കാരും പല സമയത്തും പലതരത്തിലുള്ള വർഗീയത
പിന്നെ മതഭേദമന്യേ പറഞ്ഞിട്ടില്ല. അവർ അങ്ങനെയുള്ള സാമുദായിക നേതാക്കന്മാരെടുത്ത് മത നേതാക്കന്മാരെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പോകാറുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോകാറുണ്ട്. പിന്നെ അവരെ പല പരിപാടികളിൽ പിന്നെ വിരുന്നിന് സൽക്കാരത്തിന് ക്ഷണിക്കാറുണ്ടൊക്കെ ചെയ്യാറുണ്ട്. സാക്ഷാൽ മദനിയുടെ കൂടെ പിണറായി വിജയൻ വേദി പങ്കിട്ടില്ലേ? അതിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും അകത്ത് കിടക്കുക. ഇപ്പം കാഴ്ച ഇതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം കാരണം കാഴ്ച നഷ്ടപ്പെട്ട, കാല് നഷ്ടപ്പെട്ട, കൈ നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ മനസ്സരിവ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ കരുതവേ എന്തിന് അയാളോട് കരുണ കാണിക്കണേന്ന് തോന്നിപ്പോവും. പക്ഷെ ആ മദനിയെയും കൊണ്ട് പൊന്നാനി 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ ഹുസൈൻ രണ്ടത്താണിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി, അത് മദനി തന്നെ കൊടുത്ത സ്ഥാനാർത്ഥിയാണ് കക്കാന്തപുരം കൂടി, അന്ന് ഒരുമിച്ച് വേദി പങ്കിട്ടില്ലേ? അത് CPM വേണ്ടി ചർച്ചയായതല്ലേ? അപ്പം ഞാൻ പറയുന്നത് ഈ തൊട്ടുകൂടായ്മയുടെ ആവശ്യമൊന്നുമില്ല. ആശയബലമുള്ളവന് എവിടെയും പോകാം. ഞാൻ സുഡാപ്പികളുടെ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രവാസ കാലഘട്ടത്തിൽ കാന്തപുരം AP വിഭാഗത്തിൻ്റെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ പരിപാടികളിൽ അവരെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മുജാഹിദുകളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പിന്നെ RSSൻ്റെ ഇവരെയൊന്നും വിങ്ങില്ലാത്തതുകൊണ്ട് അവരെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. SDPIയുടെ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്നെ ആഭിമുഖ്യത്തിലുണ്ടായിരുന്ന തേജസ് പത്രത്തിൽ അവർ നിർബന്ധപൂർവ്വം എന്നെ കൊണ്ട് കോളം എഴുതി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മടിച്ച് നിന്നപ്പോൾ അവർ നിങ്ങൾ ചെയ്യും, നിങ്ങളെ കൊണ്ട് പറ്റുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പത്രത്തിൽ അങ്ങനെ കോളം ചെയ്യുന്നത് അവരുടെ പത്രത്തിലാണ്. ഒരു ചാനലിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇന്ത്യ വിഷനിലാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് തൊട്ടുകൂടായ്മ? എന്തിനാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറഞ്ഞു പോരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആരുടെ വേദിയിലും പോകാൻ പറ്റുന്നേ? RSSൻ്റെ വേദിയിലും പോകാൻ പറ്റും, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിലും പോകാൻ പറ്റും. അവരുടെ വേദിയിൽ പോയി അവരുടെ അവിടെ അഭിപ്രായം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴല്ലേ പലതും ക്ലിയർ ചെയ്യുക. അതിന് ആശയപ്രചാരണത്തിനുള്ള വേദി കൂടിയാക്കണ്ടേ? അതോടൊപ്പം തന്നെ സൗഹൃദ സന്ദർശനങ്ങളെ ആ അർത്ഥത്തിൽ കാണണ്ടേ? വീട്ടിലേക്ക് ആരെയും വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാവും, മറ്റേ പാർട്ടിക്കാരനാ, നീ അകത്തേക്കാറുണ്ട്, ഗേറ്റിന് പുറത്തേക്കോ എന്ന് പറയുകയാണോ വേണ്ട, നമുക്ക് കയറിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കൊടുത്ത്, ചായയാണോ എടുക്കേണ്ടത് അതോ ചായ കുടിക്കുമോ, ചായയാണോ എടുക്കേണ്ടത് അതോ കാപ്പിയാണോ അതല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ച് അത് കൊടുത്തു വിടുന്ന ഒരു ആതിഥ്യ മര്യാദയാണ് എല്ലാവരും കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളോട് ഞാൻ യോജിക്കുന്നില്ല. രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതും തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ സന്ദർശിച്ചതും ഒക്കെ വിവാദമാക്കുന്നവർ ചരിത്രമൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്യുന്ന അങ്ങനെ ഒരുമിച്ച് കണ്ടു എന്ന് എഴുതിയിട്ട് പിറ്റേന്ന് മുന്നണിയായോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ രഹസ്യമായിട്ട് ചർച്ച നടത്തുക. ഇന്നത്തെ കാലത്ത് പരസ്യമായിട്ട് കാണാൻ പോവില്ല. പിന്നെ ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഓവറാക്കി. കാരണം വെള്ളാപ്പള്ളിയെ കണ്ടപ്പോഴത്തേക്ക് ആകെ വണങ്ങി. ഞാൻ പറഞ്ഞ പ്രതാപൻ ഈ യോഗി ആദിത്യനാഥിനെ കണ്ടപ്പോൾ കാണിച്ച പോലെയുള്ള ഈ പിന്നെ ഭയങ്കര ഒരു വിനീത വിധേയരുടെ വിടിവേഷം കെട്ടിക്കൊണ്ട് നിൽക്കുന്ന അമിത ഭക്തിയും ആദരവും കാണിക്കുന്നത് അത് ഉള്ളിൽ നിന്ന് വരുന്നതൊന്നുമല്ല, അത് കാട്ടിക്കൂട്ടലാണ്, അഭിനയമാണ്. അങ്ങനെയല്ലാതെ മാന്യമായി ആരുമായും സംവദിക്കുകയും ആരുമായും സന്ദർശിക്കുകയും ആരുമായും പിന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരോഗ്യകരമായ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ലക്ഷണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.